വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരനുഭവിക്കുന്ന ഏറ്റവും മാരകമായ ദുരിതം 4 കാര്യങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തി. 1, കരയാനുള്ള കഴിവ് കണ്ണിന് നഷ്ടപ്പെട്ടു പോകലാണ്. 2, വഹയിന്റെ അറിവുകൾ സ്വീകരിക്കാനുള്ള പാകതയില്ലാതെ ഹൃദയം കട്ടിയായി പോവലാണ്. ഫവൈലുൻ ലിൽ ഖാസിയത്തി ഖുലൂബുഹും, മനസ്സ് കടുത്തുപോയവർക്ക് വൈലെന്ന നരകമാണെന്ന് ഖുർആൻ പറയുന്നത് നമുക്ക് ഖുർആനിൽ കാണാം. 3 ദുരിതം ഇഹലോക ജീവിതത്തിനെ കുറിച്ചുള്ള നമ്മുടെ ഉത്കണ്ഠയും ആശങ്കയും അത് കൃത്യമാക്കാനുള്ള നമ്മുടെ വ്യഗ്രതയും പ്രയത്നവും അത്യധ്വാനവും ആഖിറത്തിനെ വലിയ വില മതിച്ച് കാണാതിരിക്കുന്നതുമാണ്. 3, ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കാനുള്ള ആർത്തിയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ 4 കാര്യങ്ങളുടെ പരിഹാരത്തിന് നമ്മുടെ നബി തന്നെ നമുക്ക് പറഞ്ഞു തന്ന വഴി ഖുർആൻ ധാരാളമായി ഓതുക. ഖുർആൻ നമ്മുടെ റബ്ബ് നമ്മോട് സംസാരിക്കുന്നതാണ് ഖുർആൻ എന്ന് മനസ്സിലാക്കി അതിന്റെ ലളിതമായ ആശയമെങ്കിലും തിരിച്ചറിയാൻ നാം പ്രയത്നിക്കുക. ധാരാളമായി അല്ലാഹുവിനെ ദിക്ർ ചെയ്യുക. പാപങ്ങളെക്കുറിച്ച് ഓർത്ത് റബ്ബിനോട് കരയുക. തൗബ ചെയ്ത് മരണത്തിനു വേണ്ടി ഒരുങ്ങുക. സജ്ജനങ്ങളുമായി സഹവസിക്കാൻ ലഭിക്കുന്ന അവസരം ഉപയോഗപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, ഇമാം ഗസാലിക്ക് മിൻഹാജുൽ ആബിദീൻ എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥം അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ഏറ്റവും വിലപ്പെട്ട രത്നം ഇൽമും ഇബാദത്തുമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹുമ ജൗഹറാനി നഫീസാനി മിൻ ജവാഹിരി ദുനിയ. ഇഹലോകത്ത് നാം കണ്ടെത്തുന്ന ഏത് രത്നത്തെക്കാളും വളരെ വിലപ്പെട്ട രത്നമാണ് ഇൽമും അമലും അഥവാ ഇബാദത്തും എന്ന് ഇമാം ഗസാലി എഴുതുക മാത്രമല്ല, അതിന് ഉപോത്ബലകമായി ഖുർആനിലെ ആയത്തുകളും അദ്ദേഹം അവിടെ സമർത്ഥിക്കുന്നുണ്ട്. ഇൽമും ഇബാദത്തും അതുമായി ബന്ധപ്പെട്ട ഒരു ജീവിതം നമ്മൾ തുടങ്ങുമ്പോൾ അതിനു മുൻപേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തൗബയാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ ഷരീഫിലെ സൂറത്തുൽ ഫാത്തിഹ അബൂ ഹനീഫ ഇമാം പറയുന്നു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതലാണ് ഫാത്തിഹ തുടങ്ങുന്നത് എന്ന്. ഇമാം ഷാഫിഈ റഹ്മഹുല്ലാഹ് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് മുതലാണ് ഫാത്തിഹ തുടങ്ങുന്നത് എന്ന്. എന്നാൽ ഫാത്തിഹ തുടങ്ങുന്നത് ബിസ്മി കൊണ്ടാണ് എന്ന് പറയുന്ന ഷാഫിഈ ആയാലും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതലാണ് ഫാത്തിഹ തുടങ്ങുന്നത് എന്ന് പറഞ്ഞ അബൂ ഹനീഫയായാലും അവർ രണ്ടുപേരും നമ്മളോട് ആദ്യമായി ഓതാൻ പറഞ്ഞത് ബിസ്മിയുമല്ല അൽഹംദുമല്ല അഊദാണ്.
അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഈ ചെകുത്താനെ ഒന്ന് പിടിച്ചു കെട്ടണേ പടച്ചോനെ. വീടുകളിലെത്തുമ്പോൾ വീട്ടുകാരനുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് മുമ്പ് വീട്ടിൽ പട്ടിയുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലെ അപകടമാണ് ഷൈത്താൻ. ഷൈത്താനാണ് പാപകർമ്മങ്ങൾ നമ്മെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഷൈത്താൻ ചെയ്തു കൂട്ടി ഏതു പാപങ്ങളെയും തൗബ കൊണ്ട് വളരെ ഈസിയായി നിർവീര്യമാക്കാൻ കഴിയുമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തൗബയാണ് വലിയ പ്രാധാന്യത്തോടുകൂടി നമ്മുടെ ഖൽബിന്റെ കസാവത്ത് മാറാനും കരയാനുള്ള കഴിവ് കണ്ണിനുണ്ടാവാനും ദുനിയാവിനോടുള്ള ആർത്തി കുറയാനും പരലോക ജീവിതത്തിനെ പറ്റിയുള്ള ദൃഢമായ ഓർമ്മ നമ്മുടെ മനസ്സിൽ നിറയാനുമുള്ള നമ്മുടെ കർമ്മങ്ങളിൽ ഒന്നാമതായി തൗബയെ നാം കാണേണ്ടതുണ്ട്. കഴിഞ്ഞ ജുമാ കഴിഞ്ഞ് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി, പാപങ്ങൾ പുറത്തു തരണേ പടച്ചവനെ, ഞാൻ നിന്നോട് തൗബ ചെയ്യുകയാണ് പടച്ചവനെ എന്ന് പറഞ്ഞാൽ പോരെ തൗബയ്ക്ക് എന്ന്? എന്തെങ്കിലും ഓതിയാൽ തൗബ പൂർണ്ണമാകുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചതിന്റെ ഒറ്റ വാക്കിലുള്ള ആശയം. പ്രിയപ്പെട്ടവരെ, തൗബയാവണമെങ്കിൽ 4 ഷർത്തുകളുണ്ട്. നമസ്കാരമാകണമെങ്കിൽ ചില ഷർത്തുകളുണ്ട് എന്ന് പറയുന്നത് പോലെ സമയമാകുക എന്നത് നമസ്കാരം ശരിയാകാനുള്ള ഷർത്താണ്. സമയമാകുന്നതിന് മുൻപ് ഒരാൾ നമസ്കരിച്ചാൽ ആ നമസ്കാരമാവില്ല. ചെറുതും വലുതുമായ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക എന്നത് നമസ്കാരം ശരിയാകാനുള്ള നിബന്ധനയാണ്. സാധാരണഗതിയിൽ ആ ശുദ്ധിയില്ലാതെ നമസ്കരിച്ചാൽ ആ നമസ്കാരം പ്രതിഫലത്തിന് കാരണമായ ഇബാദത്ത് ആവുകയില്ല എന്നത് മാത്രമല്ല, അള്ളാഹുവിന്റെ അദാബിന് കാരണമായ തിന്മയായി മാറും. ഖിബ്ലയുടെ നേരെ തിരിയുക എന്നത് നമസ്കാരം ശരിയാകാനുള്ള ഷർത്താണ്. പ്രിയപ്പെട്ടവരെ, തൗബയാവാൻ ഒന്നാമതായി ഉണ്ടാവേണ്ടത് കഴിഞ്ഞുപോയ തെറ്റുകളെ കുറിച്ചോർത്ത് നെടുവീർപ്പിടുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവുക എന്നതാണ്. പാപങ്ങളുടെ ഭീകരത, പാപങ്ങളുടെ പേരിൽ നാം ഇരന്നു വാങ്ങുന്ന ദുരന്തത്തിന്റെ ആഴവും പരപ്പും, പാപങ്ങളുടെ പേരിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ശപിക്കപ്പെട്ടവനായി നാം മാറാനുള്ള സാധ്യത, ചില പാപങ്ങളുടെ പേരിൽ അതുവരെ ചെയ്ത സർവ്വ ഇബാദത്തുകളും നിഷ്ഫലമായി പോകുന്ന ദുരിതം, ഇങ്ങനെ പാപങ്ങളുടെ പേരിൽ നമ്മൾ കടന്നു പോകേണ്ടത് ഒരുപാട് തിന്മകളിലേക്കാണ്. പാപത്തിന്റെ ദുരിതത്തിനെ പറ്റി വേണ്ടതുപോലെ അറിയാമെങ്കിൽ ഇന്നലെ ചെയ്ത ഒരു പാപവും നിസ്സാരമായി നാം ഗണിക്കുകയില്ല. ആ പാപങ്ങൾ നമ്മെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. സ്വകാര്യമായ നിമിഷങ്ങളിൽ പോലും പാപമോർത്ത് നാം ഞെട്ടിത്തെറിക്കും. പാപത്തെക്കുറിച്ചോർത്ത് നാം നിയന്ത്രണമില്ലാത്തവരായിപ്പോ. പാപത്തെക്കുറിച്ചോർത്ത് ഈ വേദന ഇല്ലാത്തവന്റെ തൗബയാവില്ല എന്ന് പരിശുദ്ധ ഖുർആനും ഹദീസുകളും നമുക്ക് പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ ഓരോ പാപവും എന്തുമാത്രം അപകടമാണ് എന്നും ആ പാപത്തിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ എന്തുമാത്രം സുദീർഘമായതാണ് എന്നും വളരെ ഗൗരവത്തോടു കൂടി നാം ആലോചിക്കുക. ഈ കുറ്റബോധവും സങ്കടവും വേദനയും ഉണ്ടാകുക തൗബയുടെ ഒന്നാമത്തെ നിബന്ധനയാണ്. 2, തൗബ ചെയ്യാൻ വിചാരിക്കുന്ന ഒരാൾ അയാളുടെ ജീവിതത്തിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളെ തന്നെ വർജിക്കുക. പാപങ്ങൾ ഉപേക്ഷിക്കുന്നതിന് അവധി വെക്കാനിരിക്കുക എന്നർത്ഥം. KSFയിൽ ഒരു ചിട്ടി തുടങ്ങിയിട്ടുണ്ട്. 5 ലക്ഷം രൂപ സ്ഥലമുള്ള ചിട്ടിയാണ്. 5000 രൂപ വീതം മാസം ഇറക്കുന്നുണ്ട്. 1250 രൂപ വീതം വീതപലിശ കിട്ടും. 3750.
മാസ ഇറക്കൽ ആദ്യ തവണയൊക്കെ വരികയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആ ചിട്ടിയുടെ വട്ടമൊന്ന് എത്തിയിട്ട് നിർത്താം എന്നോർത്ത് അവധിക്ക് വെക്കാൻ പറ്റില്ല. അപ്പൊ തന്നെ ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് ഞാൻ ആ ചിട്ടിയിൽ നിന്ന് പിന്മാറുകയാണ് എന്നറിയിച്ച് അതിന്റെ അടുത്ത് നടപടിക്രമം നോക്കണമെന്നർത്ഥം. മദ്യപിക്കുന്ന ഒരാളാണ്, ഇൻഷാ അല്ലാഹ് റമദാൻ 1 മുതൽ മദ്യപാനം നിർത്താൻ പോവുകയാണ്. അങ്ങനെ വിചാരിക്കുന്ന ഒരാൾക്ക് തൗബയ്ക്കുള്ള ഭാഗ്യം നഷ്ടപ്പെട്ടു പോകുമെന്നതാണ്. അറ്റ് ദ മൂമെന്റ്, അപ്പൊ തന്നെ ആ പാപങ്ങളെ നിർത്തുക എന്നത് തൗബയാവാനുള്ള 2ാമത്തെ നിബന്ധനയാണ്. റമദാൻ മാസമാകാനും അവസാനത്തെ 10 ആവാനും 27ാം രാവാകാനും ഒന്നും തൗബയുടെ ഗൗരവം അറിയാവുന്ന ഒരാൾ കാത്തു നിൽക്കാൻ പാടില്ല. അങ്ങനെ കാത്തു നിൽക്കൽ ഹറാമാണ്. കാത്തു നിന്ന് പിന്നെ തൗബ ചെയ്തോളാം എന്ന് വിചാരിക്കുന്നവരുടെ തൗബയല്ലെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, 3ാമത്തെ കാര്യം, ഒരു പാപവും എന്റെ ജീവിതത്തിൽ ഞാനിനി പ്രവർത്തിക്കില്ല എന്ന് ദൃഢമായ തീരുമാനമെടുക്കലാണ്. ചെയ്തുകൊണ്ടിരിക്കുന്ന പാപം നിർത്തുക, ഇനിയൊരിക്കലും പാപത്തിന്റെ വഴിയെ ഞാൻ സഞ്ചരിക്കില്ല എന്ന് ദൃഢമായ തീരുമാനമെടുക്കുക. തൗബ ശരിയാവാനുള്ള 4ാമത്തെ നിബന്ധന സൃഷ്ടികളുമായുള്ള ഏർപ്പാടുകൾ തീർക്കുക എന്നതാണ്. സാമ്പത്തികമായ ബാധ്യതകളായാലും മാനസികമായ ബാധ്യതകളായാലും ശാരീരികമായ വേദനകളായാലും അതിന് പരിഹാരം നാം കണ്ടെത്തുക. കൊടുക്കാനുള്ളത് കൊടുക്കുക എന്നർത്ഥം. ആരെക്കുറിച്ചെങ്കിലും നാം അവരുടെ മനസ്സ് നോവുന്ന, ഇസ്ലാം അനുവദിക്കാത്ത തിന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് അത് മാപ്പ് ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, മാപ്പ് ചോദിച്ചാൽ മതി. ഞാൻ നിനക്ക് മാപ്പ് ചെയ്തിരിക്കുന്നു എന്ന് മറ്റേയാൾ പറയുക എന്നത് ദീനിൽ നിബന്ധനയല്ല. മാപ്പ് ചോദിക്കാനേ നമ്മോട് പറഞ്ഞിട്ടുള്ളൂ. നാം മാപ്പ് ചോദിക്കുക. മാപ്പ് തരലും തരാതിരിക്കുന്നതും അയാളുടെ മാനസിക വിശാലത അത് വേറെ വഴിക്ക് പൊക്കോളും. മാപ്പ് ചോദിക്കുന്നതോടുകൂടി തൗബ ചെയ്യാൻ യോഗ്യതയുള്ളവനായി നാം മാറും പടച്ചവന്റെ മുമ്പിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അടിസ്ഥാനപരമായ ദുരിതങ്ങൾ പരിഹരിക്കുന്നതിന് വളരെ ഗൗരവത്തോടുകൂടി നാം വീണ്ടെടുക്കേണ്ടുന്ന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തൗബ. ഇമാം ഗസാലിയുടെ മിൻഹാജുൽ ആബിദീനിൽ ഇൽമും ഇബാദത്തും 2 രത്നങ്ങളാണ്. ഓരോ ഇബാദത്തുകളെയും ആഖിറത്തിൽ ചിലവഴിക്കാനുള്ള കോഹിനൂർ രത്നമായി വിശ്വാസികൾ അതിനെ കാണണമെന്ന് പറഞ്ഞിട്ട് 3ാമതായി അദ്ദേഹം പറയുന്നത്, പക്ഷേ ഇൽമിന്റെ വഴിയെ മുമ്പോട്ട് പോകാൻ, ഇബാദത്തുകൾ അല്ലാഹു കബൂലാക്കാൻ തൗബ ഫർളാണെന്നാണ്. തൗബയില്ലാത്ത മനുഷ്യന്റെ ഇബാദത്തുകൾ അല്ലാഹ് ശ്രദ്ധിക്കില്ല എന്ന് ഇമാം ഗസാലി സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഖിറത്തിലെ ജീവിതമാണ് ജീവിതമെന്ന് തിരിച്ചറിയാനും ആഖിറത്തിൽ നഷ്ടം വന്നേക്കാവുന്ന ഒരു കാര്യത്തിനും നിന്നുകൊടുക്കാതെ സൂക്ഷ്മതയുള്ള ജീവിതം നയിക്കാനും നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.